മലമൂത്രവിസർജനം ഞാൻ ഈ ലിഫ്റ്റിനകത്ത് ഒരു സൈഡ് നടത്തി. അല്ലെങ്കിൽ ഇനി വേറെ മാർഗ്ഗമില്ല. എല്ലാ ദൈവങ്ങളെയും വിളിച്ചു. പിന്നെ ഈ രാത്രി അറിയില്ല, പകലും അറിയില്ല, രാവിലെയാണോ വൈകുന്നേരമാണോ ഒന്നും അറിയില്ല. ഒരു പേപ്പർ എടുത്തിൻ്റെ മരണ മൊഴി എഴുതും പോലെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എഴുതി. ഈ ലിഫ്റ്റ് കിടന്നുകൊണ്ട് കാണാനുള്ള എല്ലാവരെയും കണ്ടു. അച്ഛൻ വരുന്നു, അമ്മ വരുന്നു, അമ്മമ്മ വരുന്നു, മരിച്ച ഭാര്യയുടെ അച്ഛൻ. മരണം മുന്നിൽ കണ്ട ഒരു സഖാവിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പേവാർഡിനുള്ളിലാണ്. 13-ാം തീയതി മെഡിക്കൽ കോളേജിൽ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജിൽ വന്നതാണ്. മരണം മുന്നിൽ കണ്ടതാണ്. മരണം മുന്നിൽ കണ്ടു. ഇപ്പോൾ വയസ്സ് എത്ര ഉണ്ട്? 59 വയസ്സുണ്ട്. ഇപ്പം 2 ദിവസം വെള്ളമില്ല, ഭക്ഷണമില്ല, വെട്ടമില്ല, വെളിച്ചമില്ല. 2 ദിവസമാണ് ഈ ചേട്ടൻ ഈ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിപ്പോയത്. അല്ല, ചേട്ടൻ വന്നപ്പോൾ അവിടെ ഒരു ബോർഡോ സൈൻ ബോർഡോ എന്തെങ്കിലും ഉണ്ടോ? ഒരു ബോർഡും ഇല്ല. ലിഫ്റ്റിനകത്ത് കയറിയതേ ഉള്ളൂ. പിന്നീട് തിരിച്ച് പുറലോകം കണ്ടത് 2 ദിവസം കഴിഞ്ഞാണ്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്നതാണല്ലേ? തീർച്ചയായും. നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മൾ ആശ്രയിക്കുന്ന ലിഫ്റ്റാണ്. ആരും സ്റ്റെയർ കയറാറല്ല, ലിഫ്റ്റിലാണ് കയറാറുള്ളത്. അപ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കുന്നവരെല്ലാം പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അവിടെയുള്ള സൈൻ ബോർഡോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുള്ള ഒരു ഇതാണ് മെഡിക്കൽ കോളേജിലകത്ത്. ലിഫ്റ്റിന് മുന്നിൽ എപ്പോഴും കാണും. അത് മാത്രമല്ല, മാസത്തിൽ ഒരു ലിഫ്റ്റ് ചെക്ക് ചെയ്യണമെന്നുണ്ടല്ലേ? എല്ലാ മാസവും വന്ന് ലിഫ്റ്റ്, അത് കാരണം ഇത്രയും എത്ര നില ഉണ്ടായിരുന്നു അവിടെ മൊത്തം? 3 നില. എവിടെ വെച്ച കംപ്ലൈന്റ് ആവുന്നത്? പറഞ്ഞറിയാൻ കഴിഞ്ഞ തലേ ദിവസം ലിഫ്റ്റ് കമ്പനി ചെക്ക് ചെയ്ത് എൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തെന്നാണ് പറയുന്നത്. അടിപൊളി. അപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞ് ഗുഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ 2 ദിവസം ഇതിനകത്ത് ഒരാൾ കുടുങ്ങി കിടന്നിട്ട് അത് നോക്കാൻ പോലും അവിടെ ആളില്ലായിരുന്നു. ഈ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഗർഭിണിയായ ഒരു പെണ്ണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രായമുള്ള ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജീവനോടെ തിരിച്ചു വരത്തില്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു മനസ്സും അത്രയും പിടിച്ചു നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവനോട് തിരിച്ചു കിട്ടിയത്. ജൂലൈ മാസം 13-ാം തീയതി രാവിലെ എൻ്റെ സ്വദേശം തിരുമലയാണ്. ഇപ്പോൾ താമസിക്കുന്നത് കൊച്ചുള്ളൂർ ബാലസുബ്രഹ്മണ്യ അടുത്താണ്. ഇവിടുത്തെ ക്ഷേത്രമുണ്ട്, അതിൻ്റെ അടുത്താണ്. അവിടെ നിന്ന് ഞാനും ഭാര്യയും കൂടെ ഒന്നിച്ചാണ് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിൽ വന്ന് OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ എക്സ്റേക്ക് കുറിച്ച് തരുന്നു. ആ സമയത്ത് ഭാര്യ ഡ്യൂട്ടിക്ക് ജോലിക്ക് വേണ്ടി പോകുന്നു. ഞാൻ തന്നെ പറഞ്ഞു വിടുന്നു, പൊയ്ക്കോ. ഇനി ഞാൻ ഇതുകൊണ്ട് ഡോക്ടറെ കണ്ട് എന്താണ് കുറിപ്പ് വരുമല്ലോ ചെയ്യേണ്ടത്. എനിക്കും ജോലിക്ക് പോകണം. മെഡിക്കൽ കോളേജ് ഫ്രണ്ടിലുള്ള ഗണപതി കോലിൻ്റെ നേരെതിരെയുള്ള റോഡെ നേരെ വന്ന് മെഡിക്കൽ സ്റ്റോറിൻ്റെ തൊട്ട് പുറകെ, അതായത് ലിഫ്റ്റ് നമ്പർ 11 അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് ഓപ്പണായി കിടന്നു. ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, ഓപ്പണായി കിടന്നു. ഞാൻ ചെന്ന് ഓൺ ചെയ്യുന്നു. ലിഫ്റ്റ് ഒന്ന് പൊങ്ങുന്നു. ഇങ്ങനെ ഓണായി പൊങ്ങി ഡൗണായി എൻ്റെ കൈ പെട്ടെന്ന് അവിടെ എൻ്റെ കയ്യിൽ മൊബൈൽ താഴെ വീഴുന്നു. എൻ്റെ കയ്യിൽ ബാഗും ഉണ്ടായിരുന്നു. ബാഗിനകത്ത് വേറെ കുറച്ച് പേപ്പേഴ്സ്, വൈഫ് എഴുതിയ കവിതകൾ, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ്, ആറ്റുകാൽ ക്ഷേത്രത്തിൽ 2024 ഒരു ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ഒരു സുവനീറിൻ്റെ ഒരു കോപ്പി. ഇത്രയാണ് എൻ്റെ ആ ബാഗിനകത്തുള്ളത്. മൊബൈൽ വീഴുന്നു, പൊട്ടിയത് കണ്ടു മാറിയത്. പൊട്ടിയത് ഇവിടെയും പൊട്ടി. പിന്നെ ഈ മൊബൈലിൽ ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ മൊബൈലിൽ കിട്ടുന്നില്ല. ഭാര്യയെ വിളിച്ചു, സഹോദരങ്ങൾ വിളിച്ചു, പാർട്ടി പ്രവർത്തകർ വിളിച്ചു, ഓഫീസിൽ വിളിച്ചു. ഈ ലിഫ്റ്റിനകത്ത് പുറത്തു പോകുന്നില്ല. അപ്പം സംഭവത്തിന് ഗൗരവം സ്വല്പം കൂടി ഞാൻ തന്നെ ഹോണിമില്ലിനെ ആശ്രയിച്ചു. അവിടെ 2 ഈ സൈഡിലായിട്ട് ഇങ്ങോട്ട് ഈ സൈഡിൽ ഈ ഭാഗത്തായിട്ട് ഹോണിമില്ല് സ്റ്റോപ്പ് ഇങ്ങനെ ഓരോന്നൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള 4-5 ഇതുണ്ട്. അതിൽ നമ്മൾ കയറുന്ന 1, 2, 3 അതുമുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഹോണിമില്ലിൽ ഞാൻ അമർത്തിക്കൊണ്ടേയിരുന്നു. ഞാൻ ഒരു മൂലയിൽ പോയിരുന്നു. ഒരു രക്ഷയില്ല. വീണ്ടും സൂപ്പർ കഴിച്ചിട്ട് ഞാൻ ഡോറൊക്കെ പിടിക്കും, ബഹളം ഉണ്ടാക്കും, കരയും, ഒരു മരണപ്രാണം പോലെ. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ പോയി വീണ്ടും ബെല്ലടിക്കും, വീണ്ടും വന്നിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ കിട്ടുന്ന കറണ്ടില്ല, ഇനിയിപ്പോൾ എയർ കൂടി നഷ്ടപ്പെട്ടാലോ എന്നിരിക്കും. അപ്പോൾ ഞാൻ 16:48 ഈ മൊബൈൽ നിലച്ചു. പക്ഷേ ഞാൻ 1 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പേപ്പർ എടുത്തിൻ്റെ മരണ മൊഴി എഴുതും പോലെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എഴുതി. ഇടറുന്നു, കാലിടറുന്നു, കണ്ണ് കാണാൻ കഴിയുന്നില്ല, രാത്രിയോ പകലോ ഒന്നും എനിക്കറിയാൻ കഴിയുന്നില്ല, കൺമണിയെ ഞാൻ യാത്ര പറയുന്നു, ഇങ്ങനെ എഴുതി. ഞാൻ പിന്നെ ഇരുട്ടായി. പിന്നെ ഈ രാത്രി അറിയില്ല, പകലും അറിയില്ല, രാവിലെയാണോ വൈകുന്നേരമാണോ ഒന്നും അറിയില്ല. ഉള്ളിലിട്ട് ഞാൻ ഒരു സൈഡിൽ പോയി ഇരിക്കും. അവിടെ പോയി മൂത്രമൊഴിക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ അവിടെ പോയി ബെല്ലടിക്കും, മൂത്രമൊഴിക്കും, വന്നിരിക്കും. പിന്നെ എൻ്റെ ഒരു ദിവസം കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 16:48 കഴിഞ്ഞ ആകുമ്പോൾ 16:48 കണക്ക് കൂട്ടിയപ്പോൾ 4 മണിയല്ലേ, 4:04 എന്തോ ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാത്രി കായി കാണുമ്പോൾ ഒരു ഇരുട്ട്, പകലൊന്നും അറിയണില്ല. ചിലപ്പം ചെറിയൊരു
ലാഞ്ചിൻ്റെ ഈ വെട്ടം വരുന്നുണ്ട്. മുകളിൽ നിന്ന് എയറുണ്ട്, എയറിന് കാറ്റ് കിട്ടുന്നു, കാറ്റ് നമ്മളെ ഈ വായു വരുന്നുണ്ട്. അപ്പോൾ ഈ ലിഫ്റ്റ് കിടന്നുകൊണ്ട് കാണാനുള്ള എല്ലാവരെയും കണ്ടു. അച്ഛൻ വരുന്നു, അമ്മ വരുന്നു, അമ്മമ്മ വരുന്നു, മരിച്ച ഭാര്യയുടെ അച്ഛൻ, ഭാര്യയുടെ അമ്മ, എൻ്റെ അമ്മാവന്മാർ, എൻ്റെ കൊച്ചിങ്ങനെ എല്ലാം മരിച്ചുപോയ എൻ്റെ മാതൃപൂർ പരമ്പരയിൽപ്പെടുന്ന സകല പേരെയും മരിച്ചവരെല്ലാം ഞാൻ കാണണം. അപ്പോൾ എനിക്ക് അല്പം കൂടി ഉറപ്പായി സമയമായി പോകാനായി. അപ്പോൾ ഈ സാധാരണ ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരിക്കാറാകുമ്പോഴാണ് ഇവരെല്ലാം ഈ പിതൃക്കളെല്ലാം വരണമെന്നൊക്കെ പറയണേക്കാറുണ്ട്. അപ്പം ഈ മരണത്തോട് ഇങ്ങനെ മരണത്തെ മുഖാമുഖം കാണുന്നൊരവസ്ഥ വരുമ്പോൾ പൂർണ്ണമായി നമ്മളത് വിശ്വസിക്കും. എല്ലാ ദൈവങ്ങളെയും വിളിച്ചു, എല്ലാ സുഹൃത്തുക്കളെയും മനസ്സിൽ വിചാരിച്ച്, ആരെങ്കിലും ഒരു ദൂതനായിട്ട് വന്ന് ആരെങ്കിലും രണ്ട് അടിയങ്ങനെ അടിച്ച് എങ്ങനെ എവിടെയെങ്കിലും തട്ടി ഒന്ന് ഓണായി എന്ന് വെളിയിലിറങ്ങിയെങ്കിൽ എന്നുള്ള ഒരു മരണഭയം, മരണപ്രാളം വരുന്നിടം വെച്ച് കാണാം. ധൈര്യമായിട്ടിരുന്നുള്ള ഒരു മനസ്സിൽ ഒരു മനസ്സ് മന്ത്രിക്കും പോലെ ധൈര്യമായിട്ട് സമാനപ്പെടുക. രാത്രിയോ പകലൊന്നും അറിയില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു വെട്ടം കണ്ടു, പക്ഷേ ട്യൂബ്ലൈറ്റ് കത്തുന്നു. അപ്പോൾ സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് ഓടിച്ചെന്ന് ആദ്യം അലാറം അടിച്ചപ്പം ട്യൂബ്ലൈറ്റിൻ്റെ വെട്ടം കുറച്ചുകൂടി ക്ലിയറായി. അപ്പോൾ ഈ താഴെ എൻ്റെ അടിഭാഗത്തുനിന്ന് ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഈ ഇതിൽ വീണ്ടും പിഴിഞ്ഞ് തള്ളി. സ്വല്പം കഴിഞ്ഞ് തള്ളിയിട്ടങ്ങ് വിട്ട്. ഇപ്പോൾ അവിടെ ഇങ്ങോട്ടാണ് ഇതിന് തള്ളുമെന്ന് തോന്നി. ഞാൻ എന്തായാലും ഒരാൾ തുറന്ന് ചാടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയും ബാഗ് എടുത്തോണ്ട് പെട്ടെന്ന് ബാഗ് എടുത്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്ന് ഈ ബാഗ് എടുത്തോണ്ട് നേരെ ചെന്ന് നമ്മളെല്ലാം ഒന്നിച്ച് ഇങ്ങനെ തള്ളി തുറന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. തള്ളി തുറന്ന് നിന്ന് ഞാൻ അപ്പോഴും അങ്ങപ്പോൾ ചാടി. അന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇന്ന് എത്രാം തീയതിയാണെന്ന് ചോദിച്ചു. ഇന്ന് തിങ്കളാഴ്ചയാണ്, എത്ര മണിയാവുമെന്ന് പറഞ്ഞു. പുള്ളി സമയമൊന്നും പറഞ്ഞില്ല, പുള്ളിയെ നടന്നങ്ങ് പോയി. അപ്പോൾ ഞാൻ ഫ്രണ്ടിലോട് കുറച്ചുകൂടി ഈ ബാഗും തൂക്കിയാണ് ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു 10-20 സ്ത്രീകൾ ടോക്കൺ എടുക്കാൻ ഇരിപ്പുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനിപ്പോൾ ഈ ലിഫ്റ്റിൽ 13-ാം തീയതി ഉച്ചയ്ക്ക് കുടുങ്ങിയ ഒരാളാണ്, ഇതിപ്പോൾ ഇദ്ദേഹം പോണ ആളാണെന്ന് തുറന്നു വിട്ടത്. അതുകൊണ്ട് എനിക്കൊന്ന് വിളിക്കാൻ ഇത് മൊബൈൽ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് ഒരു പെൺകുട്ടി മൊബൈൽ തന്നു. ആ മൊബൈൽ ഒറ്റശേഖരമംഗലം എന്നുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം ഞാൻ നിങ്ങൾ സഹായിക്കണം, എൻ്റെ പേര് ഞാൻ തരണ്ട, എൻ്റെ ഈ നമ്പറിൽ ഭാര്യയെ വിളിച്ചിരാൻ പറഞ്ഞു. അവരോടൊന്നിനും മൊബൈലിൻ്റെ ഭാര്യയെ വിളിച്ച് തന്നു. അപ്പം ഭാര്യയോടെ കരയാൻ തുടങ്ങി. പോലീസിൽ പരാതി കൊടുത്തു, വീട്ടിൽ കാണാനില്ലെന്ന് പറഞ്ഞു. ഞാൻ വേറെ ഇനി ജീവന് യാതൊരു, ഞാൻ ലിഫ്റ്റ് കുടുങ്ങിയാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ എന്നെ പറഞ്ഞ് കാഷ്വാലിറ്റി പോകണം, ഞാനിപ്പം ഇവിടെ ആരെയും വിളിക്കാമെന്ന് പറഞ്ഞു. സോ പോയി 2 കാഷ്വാലിറ്റിയിൽ നിന്ന് ഈ മെഡിക്കൽ രണ്ട് സ്റ്റാഫിനെ വന്നു. ഒരാൾ വന്നു ഒരു മോഹൻദാസ് എന്തോ പേരുള്ള ഒരാൾ വന്നു, വർക്കലക്കാരൻ. അദ്ദേഹം വന്നു എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ പോണ വഴി വീണ്ടും ഒരു പാത്രം വെള്ളം കുടിച്ചു. വീണ്ടും അവിടെ ചായക്കടയൊക്കെ ചായയുടെ കുടുംബശ്രീ അവിടെ പോയി വീണ്ടും ഒരു ഗ്ലാസ് വെള്ളവും ഒരു ചായയും കുടിച്ചു. അവിടെ ഞാൻ കാഷ്വാലിറ്റി പോയി. അവിടെ ഇരുന്നപ്പം പോലീസിൻ്റെ സർക്കിൾ ഇൻസ്പെക്ടർ മറ്റൊരു വന്നു. അതുപോലെ ഇന്ത്യൻ സിവിൽ പാർട്ടി ഐഡിയ അവരൊക്കെ വന്നു. പിന്നെ അവിടെ ഇന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് ട്രിപ്പൊക്കെ ഇട്ടവർ. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. ഡോക്ടർ എൻ്റെ വിശദവിവരങ്ങളെല്ലാം ചോദിച്ചു. OP ടിക്കറ്റിൻ്റെ എഴുതി. എന്നെ തുറന്നു വിട്ട ആളുടെ പേര് അഡ്രസ്സ് എല്ലാം അതിലുണ്ട്. ഈ OP ടിക്കറ്റ് ആളാരാണ്, എന്നെ കൊണ്ടുവന്ന ആളാരാണ്. അവിടെ നിന്ന് എല്ലാം റെക്കോർഡാക്കിയിട്ട് അവിടെ നിന്ന് എന്നെ 1ാമത്തെ വാർഡിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടെ നേരെ ഇവിടെ കൊണ്ടുവന്നു. പുള്ളിയുടെ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അത്. അപ്പം ഞാൻ വേറെ ആളോന്ന് ചോദിച്ചു. പറഞ്ഞു ഞാനാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അയാളോട് ലോട്ടിക്കാന്നല്ല, അയാളെ പറഞ്ഞു നോക്കെന്ന് പറഞ്ഞു വിട്ടതാണ്. എന്തായാലും രക്ഷപ്പെട്ടല്ലോ എന്ന്. ഞാനൊക്കെ പിന്നെയല്ലേ അറിയണത്, സമൂഹം അറിയണ പിന്നെയാണ്. ഞാൻ ആരാണ് എന്താണ് അല്ലെങ്കിൽ ഒരു ലിഫ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പേ ഈ ലിഫ്റ്റ് കംപ്ലൈന്റ് ആയിരുന്നു, അങ്ങനെയുള്ള ബോർഡോ സൈൻ ബോർഡോ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. ലിഫ്റ്റ് ഓപ്പൺ ആയിരുന്നു. ലിഫ്റ്റ് ഓപ്പൺ. ഞാൻ എൻ്റെ മുന്നിൽ ഒറ്റ ഇതേ ഉള്ളായിരുന്നു. ഞാൻ ഈ 100 രൂപ അങ്ങോട്ടും കൊണ്ട് ആട്ടോയിൽ കൊടുത്ത് ഓടി വന്ന് ഈ മഴമയത്ത് വന്ന് ലിഫ്റ്റിൽ കയറി എത്രയും വേണ്ടി ഡോക്ടറെ കാണുക, ഡോക്ടറിൽ നിന്ന് പരിഹാരം എൻ്റെ ഈ പരിഹാരം എഴുതി വാങ്ങുക, വീണ്ടും എത്രയും വേഗം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. നിയമസഭയിലെ താൽക്കാലിക ജീവനക്കാരനാണ്. ആ ദിവസം വർക്കിംഗ് ഡേ ആണ്. അതായത് ലോക മലയാള സഭ ജൂൺ 13-14 ദിവസങ്ങളിൽ നടന്നുകൊണ്ട് പകരം 13-ാം തീയതി വർക്കിംഗ് ഡേ പ്രഖ്യാപിച്ചു. അപ്പം ഞാനവിടെ ആളില്ലെന്നുണ്ടെങ്കിൽ ഞാനവിടെ ഇരിക്കുന്ന ഒരു നമ്മുടെ സഹപാഠിക്ക് തലയിൽ എന്തെങ്കിലും എൻ്റെ മേലുദ്യോഗസ്ഥൻ ഞാൻ ചെല്ലുമ്പോഴേക്കും ഉണ്ണാൻ പോകുന്നു എന്നെ പിടിച്ചിരുത്തിയിട്ട്. ആ സീറ്റിലല്ല, ഞാൻ ഇപ്പുറത്തിരിക്കണം, അദ്ദേഹം അവിടെ ഇരിക്കുകയായിരിക്കും, മേലുദ്യോഗസ്ഥൻ അവിടെ ഇരിക്കും, ഞാൻ ഇപ്പുറത്തിരിക്കും. എന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞു, ഉദയം ഉണ്ണാൻ പോകണമെങ്കിൽ പുറത്ത് പോകണമെങ്കിൽ. അപ്പം ഞാൻ അത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടിയാണ് ലിഫ്റ്റിൽ കയറി പോകുമ്പം ഞാൻ ലിഫ്റ്റിൽ കുടുങ്ങിയത്.